അതായത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവിടുത്തെ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള MV ജയരാജൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് പോയിന്റ് ഓഫ് കോൾ പ്രശ്നത്തിന് വേണ്ടി ഇവിടുന്ന് MV ജയരാജൻ അടക്കമുള്ള സംഘം അവിടെ പോയി ഈ പറഞ്ഞ പോലെ ഏവിയേഷൻ മിനിസ്ട്രിയൊക്കെ കണ്ട സാഹചര്യത്തിൽ നിവേദനം കൊടുത്ത് ഈ അനിവാര്യത സംസാരിച്ചു. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ദില്ലിയിൽ വെച്ച് കണ്ണൂരിൻ്റെ MP കൂടി കാണാനും അദ്ദേഹത്തിൻ്റെ കൂടി സാന്നിധ്യത്തിലും ഒക്കെ മൂവ് ചെയ്യാൻ ശ്രമിച്ചു. അദ്ദേഹത്തെ കാണാൻ പോലും ശ്രമിച്ചിട്ട് നടന്നില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ന് MV ജയരാജൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ പറഞ്ഞതുകൂടി ഞാൻ രജിത്തിനെ ഓർമ്മിപ്പിക്കും. തെരഞ്ഞെടുപ്പ് വേളയിൽ അങ്ങനെ രാഷ്ട്രീയ എതിരാളികൾ പലതും പറയും. ഞാൻ പറഞ്ഞത് യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയാണ്. ഇനി രണ്ടാമതൊരു കാര്യം, അല്ല അതിൽ വസ്തുത എന്തെങ്കിലും ഉണ്ടോ? ഏതില്? ഞാൻ ഈ പറഞ്ഞതിൽ MV ജയരാജൻ പറഞ്ഞത് അവരോട് ചോദിക്കണം. ആ വസ്തുത പറയേണ്ടത് ഞാനല്ലോ. ഞാൻ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട MP എന്നുള്ള നിലയിൽ അദ്ദേഹം ഏവിയേഷൻ മിനിസ്റ്ററെ കണ്ടതും 3 തവണ അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ പാർലമെന്റിനകത്ത് ചോദ്യം ചോദിക്കാനുള്ള സ്വകാര്യ ഫയൽ ചെയ്യുകയും വാദമനുസരിച്ച് 2020 മറ്റോ ആണ്. 2019, 20, 20 വീണ്ടും 4 വർഷം ഈ എയർപോർട്ടിന് വേണ്ടി നിരന്തരം ഫൈറ്റ് ചെയ്യണ്ടേ? അവിടത്തെ പോരേണ്ട ആളാണോ കണ്ണൂരിന്റെ MP? കെട്ടിപ്പോയിട്ടില്ലല്ലോ. പിന്നെ ഒരു കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു വിമാനത്താവളത്തെ അവഗണിക്കുന്നു എന്നതിൽ പൂർണ്ണമായും പ്രതിഷേധം അദ്ദേഹം അറിയിക്കേണ്ടടുത്ത് അറിയിച്ചിട്ടുണ്ട്. സനോജ്, MPയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ അണിനിരത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ഇവരുടെ പാർട്ടി അണിനിരത്തിക്കൊണ്ടോ ഒരു സമരം ഇവർ നടത്തിയിട്ടില്ല. ആര് പറഞ്ഞു? ഇവരങ്ങ് പോക്കന്നില്ല. പ്രവാസി സംഘടനകളെ ഇന്ത്യയുടെ പാർലമെന്റിൽ ഇന്ത്യയുടെ പാർലമെന്റിൽ അതിന്റെ രേഖകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇത് സംബന്ധിച്ചൊന്നും ഒരു ഇടപെടലും സുധാകരൻ നടത്തിയിട്ടില്ല. ഇപ്പൊ വാട്സപ്പിന്റെ ഒക്കെ കാലാണല്ലോ. എന്നാൽ പിന്നെ ഇവര് പല സന്ദേശമായിട്ട് പ്രചരിപ്പിക്കുമല്ലോ സുധാകരൻ പ്രസംഗിക്കുന്നത്, അതിന്റെ വീഡിയോ. അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മൾ ആരും ഇതുവരെ കണ്ടിട്ടില്ല. ഒരു പ്രസംഗം ഞാൻ കണ്ടിട്ടുണ്ടോ? അല്ല കാണിക്കട്ടെ, ഒന്നുമില്ല. അല്ല, എനിക്ക് നിങ്ങളെ ആരുടെയും നിങ്ങളോട് കോമൺ മനസ്സിലാക്കേണ്ടത് കണ്ണൂരിൽ നിന്നുള്ള മറ്റ് MP മാരുടെ പ്രസംഗങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. കാണാൻ പറ്റുമോ? അങ്ങനെ ഇല്ലല്ലോ. പിന്നെ എങ്ങനെ കാണാൻ പറ്റൂ?